നമസ്കാരം. ഇന്ന് നമ്മൾ സെക്ഷൻ 2.3 സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലീനിയർ ഫങ്ഷണൽസ്. ഓൾറെഡി ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് വെച്ചാൽ എന്താണ് എന്ന് നിങ്ങൾക്കറിയാം. ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഫ്രം എ വെക്ടർ സ്പേസ് V to another vector space W, where V and W are vector spaces over the same field F. Then എന്താണ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഫ്രം V to W എന്ന് നമുക്കറിയാം. മാപ്പിംഗ് എ ഫംഗ്ഷൻ വിച്ച് പ്രിസർവ്സ് അഡീഷൻ ആൻഡ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. ഈ ലീനിയർ ഫങ്ഷണൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. ആൻഡ് എ ലീനിയർ ഫങ്ഷണൽ ഈസ് എ ഫങ്ഷൻ ഫ്രം E to K such that f of lambda x plus mu y equal to lambda f of x plus mu f of y for every x and y in E and for every lambda and mu in K. ഇവിടെ K എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫീൽഡ് എയ്തർ R ഓർ C. നമ്മുടെ സ്കെയിലാർ ഫീൽഡ് K ആണ് എടുത്തിരിക്കുന്നത്. E എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ലീനിയർ സ്പേസ് ഓവർ K. സോ ലീനിയർ ഫങ്ഷണൽ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഫ്രം E to K. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ലീനിയർ ഫങ്ഷണൽ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീനിയർ ഫങ്ഷണലിൻ്റെ കേർണൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സീറോയിലേക്ക് മാപ്പ് ചെയ്യുന്ന എല്ലാ എക്സുകളുടെയും കൂടി കളക്ഷൻ. സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് E where f of x equal to 0. ദിസ് ഈസ് എ ലീനിയർ സബ്സ്പേസ് ഓഫ് E. ആൻഡ് യൂഷ്വലി നമ്മളതിനെ ഡിനോട്ട് ചെയ്യാനായിട്ട് HF എന്നുള്ള നൊട്ടേഷനാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഇത് ലീനിയർ സബ്സ്പേസ് ആണോ എന്ന് നമുക്കൊന്ന് നോക്കാം. സപ്പോസ് ഒരു എക്സും വൈയും ഈ കേർണലിലുണ്ട് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം f of x equal to 0 and f of y equal to 0. Then what about f of x plus y? ഇതൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷനാണ്. അപ്പോൾ ഇതിനെ നമുക്ക് f of x പ്ലസ് f of y എന്ന് എഴുതാൻ പറ്റും. f of x ഉം 0 ആണ്, f of y ഉം 0 ആണ്. സോ their sum is also 0. അപ്പോൾ f of x plus y is equal to 0, which implies x plus y is in kernel of f. ഇതുപോലെ x കേർണൽ എഫിൽ ഉണ്ടെങ്കിൽ വാട്ട് അബൌട്ട് f of alpha x? It is alpha into f of x and f of x is 0. So this is alpha into 0 which is equal to 0, and this implies alpha x is in kernel of f. So kernel of f എന്ന് പറയുന്നത് it is closed under addition as well as scalar multiplication, therefore it is a subspace of E. Okay, ഇനി നമുക്ക് ലീനിയർ ഫങ്ഷണൽസിന് ചില എക്സാമ്പിൾസ് നമുക്ക് കാണാം ഇവിടെ. സോ ഇവിടെ നമ്മൾ ഒരു ലീനിയർ സ്പേസ് എടുത്തിരിക്കുകയാണ് C നോട്ട് ഈസ് എ ലീനിയർ സ്പേസ്. ആൻഡ് ഇവിടെ ഞാൻ B1 B2 എക്സെട്ര B3 എക്സെട്ര ദിസ് ഈസ് എൻ എലമെൻറ്റ് ഓഫ് B1 B2 B3 എക്സെട്ര ഒരു സീക്വൻസ് ആണ്. ദിസ് ഈസ് എൻ എലമെൻറ്റ് ഓഫ് L1. എപ്പോഴാണ് നമ്മളിത് എലമെൻറ്റ് ഓഫ് L1 ആണെന്ന് പറയുക? സമ്മേഷൻ ഓവർ I അബ്സല്യൂട്ട് വാല്യൂ ഓഫ് BI ഫൈനൈറ്റ് ആണ് എന്നാണ് അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, മുമ്പ് നമ്മൾ എടുത്തിരിക്കുന്നത് C നോട്ട് എന്ന് പറയുമ്പോൾ ഇവൻച്വലി 0 സീക്വൻസസ്. സോ സപ്പോസ് x is equal to A1 A2 എക്സെട്ര A3 എന്ന് പറയുന്നത് C നോട്ടിലുള്ള ഒരു സീക്വൻസ് ആണെന്ന് വിചാരിക്കുക. വി ആർ ഡിഫൈനിങ് f of x ആസ് A1 B1 plus A2 B2 plus A3 B3 plus എക്സെട്ര. ഓക്കെ, ഇത് ഫൈനൈറ്റ് ആവുമോ? നമുക്കറിയാം A1 A2 എക്സെട്ര ഇത് C നോട്ടിലുള്ളതാണെന്ന് പറയുമ്പോൾ ആഫ്റ്റർ സം AN എവറി എൻട്രി ഇൻ ദ സീക്വൻസ് ഇസ് 0. സോ ഈ സമ്മേഷനിലും ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എല്ലാവരും 0 ആയിരിക്കും. സോ ദിസ് ഈസ് ആക്ച്വലി എ ഫൈനൈറ്റ് സം. സോ ഇത് വളരെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു മാപ്പിംഗ് ആണ്. ആൻഡ് യു ക്യാൻ ഈസിലി ചെക്ക് ദാറ്റ് ദിസ് ഇസ് എ ലീനിയർ മാപ്പ്. സോ ഇത് ഞാൻ നിങ്ങൾക്കൊരു എക്സസൈസ് ആയിട്ട് തന്നിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ ഡിഫൈൻ ചെയ്തിരിക്കുന്ന എഫ് എന്ന് പറയുന്ന ഈ മാപ്പിംഗ് ഒരു ലീനിയർ ഫങ്ഷണലാണ് എന്ന് നിങ്ങൾ വെരിഫൈ ചെയ്യുക. ഓക്കെ, സോ C നോട്ടിലുള്ള ഒരു ലീനിയർ ഫങ്ഷണലാണ് നമ്മളിപ്പോൾ ഈ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നൗ അനദർ എക്സാമ്പിൾ, ഐ എം ടേക്കിംഗ് the linear space as LP.
where 1 less than p less than infinity, and here I am taking y which is equal to, again ഈ എൽ പി എൽ ക്യു എല്ലാം നമുക്ക് സീക്വൻസ് സ്പേസസ് ആണെന്ന് അറിയാം, b1 b2 എക്സെട്ര b, ഇതാണ് y എന്ന് പറഞ്ഞ് ഞാൻ എടുത്തിരിക്കുന്നത്. I am taking this y from LQ where q is the exponent conjugate of p. So for x is equal to a1 a2 etc. element of LP, we are defining f of x as a1 b1 plus a2 b2 plus etc. Okay, that is summation over I greater than or equal to 1 ai bi എന്ന് ഞാനൊരു f of x ഡിഫൈൻ ചെയ്യുകയാണ്. ഇത് ഒരു ലീനിയർ ഫംഗ്ഷണൽ ആയിരിക്കും. പിന്നെ ആദ്യം നമുക്കിത് ഫൈനൈറ്റ് ആണെന്ന് കാണിക്കണം, എന്നാലേ അത് കെയിലുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. സോ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് ഫൈനൈറ്റ് ആണെന്ന് കിട്ടണം. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സമ്മേഷൻ ഓവർ ഐ absolute value of ai into absolute value of bi. Okay, and by Holder's inequality, this is less than or equal to norm xp into norm yq. And x എൽ പിയിലുള്ളതായതുകൊണ്ട് നോം എക്സ് പി ഫൈനൈറ്റ് ആണ്, y എൽ ക്യൂവിലുള്ളതായതുകൊണ്ട് നോം വൈ ക്യൂവും ഫൈനൈറ്റ് ആണ്. സോ ദെയർ പ്രൊഡക്റ്റ് ഇസ് ഓൾസോ ഫൈനൈറ്റ്. സ്റ്റിൽ ഇറ്റ്സ് യുവർ എക്സസൈസ് ടു ഷോ ദാറ്റ് ദിസ് ഫംഗ്ഷൻ എഫ് ഇസ് എ ലീനിയർ ഫംഗ്ഷണൽ. ഓക്കെ, നമുക്കൊരു എക്സാമ്പിളും കൂടി കാണാം. ഐ എം കൺസിഡറിങ് എ സ്പേസ് C01. C01 എന്താണെന്ന് ഓർമ്മയുണ്ടാവുമല്ലോ, സെറ്റ് ഓഫ് ഓൾ കണ്ടിന്യൂസ് ഫങ്ഷൻസ് ഫ്രം ക്ലോസ്ഡ് ഇൻ്റർവൽ 01 to k. എഫ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ആൻ ഇൻ്റഗ്രബിൾ ഫങ്ഷൻ ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ 01. എഫ് കണ്ടിന്യൂസ് ആവണമെന്നൊന്നുമില്ല, C01-ലുള്ളതാണെന്നും പറഞ്ഞിട്ടില്ല. ഞാൻ എഫ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ്റർവൽ 01-ൽ ഇൻ്റഗ്രബിൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് എടുക്കുന്നത്. ഇൻ്റഗ്രബിൾ ആവുക എന്ന് പറയുന്നതുകൊണ്ട് ഇത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇൻ്റഗ്രൽ 0 to 1 f of t dt is finite. Okay, then we are defining a function capital F on C01 such that f of x equal to integral 0 to 1 x of t f of t dt. ഓക്കെ, ഇവിടെ എക്സ് എന്ന് പറഞ്ഞ് നമ്മൾ എടുത്തിരിക്കുന്നത് C01-ലുള്ളൊരു എലമെൻ്റ് ആണ്. അതായത് ദിസ് എക്സ് ഈസ് എ ഫംഗ്ഷൻ, കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഫ്രം ക്ലോസ്ഡ് ഇൻ്റർവൽ 01 to k. ആ കണ്ടിന്യൂസ് ഫംഗ്ഷനും നമ്മൾ ഇൻ്റഗ്രബിൾ ആയിട്ടുള്ള ഫംഗ്ഷനായിട്ട് എടുത്തിരിക്കുന്ന എഫും കൂടി പ്രൊഡക്റ്റ് എടുക്കണു. അതിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ ഇൻ്റഗ്രൽ ഓവർ 0 to 1 ആണ് ഇവിടെ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് നമ്മൾ എടുത്തിരിക്കുന്നത്. സോ നാച്ചുറലി ഇതൊരു സ്കെയിലാർ ആയിരിക്കും. ഓക്കെ, ആൻഡ് ദിസ് ക്യാപിറ്റൽ എഫ് ഈസ് എ ലീനിയർ ഫങ്ഷണൽ ഓൺ C01 എന്നാണ് ഇവിടെ പറയുന്നത്. ഇപ്പോഴും നമുക്ക് ഈ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആയിട്ടുള്ള, അതായത് കെയിലുള്ളതാണെന്ന് കാണിക്കണം. അതായത് ഇതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ ഫൈനൈറ്റ് ആണെന്ന് കിട്ടണം. സോ വാട്ട് ഈസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ്? ഇറ്റ് ഈസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഇൻ്റഗ്രൽ 0 to 1 എക്സ് ഓഫ് ടി എഫ് ഓഫ് ടി ഡി ടി. നമുക്കറിയാം മോഡുലസ് ഓഫ് ഇൻ്റഗ്രൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് മോഡുലസ്. അപ്പോൾ ആ പ്രോപ്പർട്ടി നമ്മളിവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ഗെറ്റ് ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 മോഡ് എക്സ് ഓഫ് ടി മോഡ് എഫ് ഓഫ് ടി ഡി ടി. ഓക്കെ, പക്ഷേ ഈ എക്സ് നമ്മൾ എടുത്തിരിക്കുന്നത് എക്സ് ഈസ് ഇൻ C01. C01-ലെ നോം എന്ന് പറയുന്നത് സുപ്രീമം നോമാണ്. So this will be less than or equal to integral 0 to 1 supremum of mod x, okay, and mod f of t dt. ഈ supremum of mod x എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. യു ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട്സൈഡ് ഫ്രം ദ ഇൻ്റഗ്രൽ. സോ അതാണ് ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത്. സുപ്രീമം ഓവർ ടി എലമെൻറ്റ് ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ 01 മോഡ് എക്സ് ഓഫ് ടി ഞാൻ പുറത്തേക്ക് എടുത്തു. വാട്ട് റിമെയിൻസ് ഇസ് ഇൻ്റഗ്രൽ 0 to 1 മോഡ് എഫ് ഓഫ് ടി ഡി ടി. ഇതൊരു ഫൈനൈറ്റ് ക്വാണ്ടിറ്റി ആണെന്നറിയാം, ബിക്കോസ് എഫ് ഇൻ്റഗ്രബിൾ ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ്. സോ ദിസ് ഈസ് ലെസ് ദാൻ ഇൻഫിനിറ്റി. സോ ഇതൊരു ലീനിയർ ഫംഗ്ഷണലാണ്. വെരിഫൈ ദാറ്റ് ദിസ് ഈസ് എ ലീനിയർ ഫംഗ്ഷണൽ. ഇനി ഇതേ C01-ൽ തന്നെ ലെറ്റ് മീ റബ് ദിസ്. ഇതേ C01-ൽ തന്നെ നമ്മളിനി മറ്റൊരു ലീനിയർ ഫംഗ്ഷണലും കൂടി ഡിഫൈൻ ചെയ്യാണ്. സോ ഐ എം ടേക്കിംഗ് C01
ആൽഫ എന്ന് പറയുന്നത് 0, 1ലുള്ള ആർബിട്രറി ആയിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുന്ന ഒരു എലമെൻ്റ് ആണ്. ആൽഫ ക്യാൻ ബി എനിത്തിങ് ബിറ്റ്വീൻ 0 and 1. 0 ആവാം, 1 ആവാം, അതിൻ്റെ ഇടയിലുള്ള ആര് വേണമെങ്കിലും ആവാം. പക്ഷെ നമ്മളിത് ഫിക്സ് ചെയ്ത് വയ്ക്കുകയാണ്. ഓക്കെ, നൗ ലെറ്റ് ഒരു ഫംഗ്ഷൻ എക്സ് നമ്മൾ C0, 1ൽ നിന്ന് എടുക്കുന്നു. സോ ദാറ്റ് എക്സ് ഓഫ് ആൽഫ എന്ന് പറയുന്നത് എവിടെ ഉണ്ടായിരിക്കും? ഇറ്റ് വിൽ ബി ആൻ എലമെൻറ്റ് ഓഫ് കെ. Okay, so we are defining a linear functional f alpha from C01 to k as f alpha of x is equal to x of alpha. So this is scalar aanu. So this is also a linear functional on C01. Verify that this is a linear functional. ഇനി നമുക്ക് ഒരു എക്സാമ്പിളും കൂടി കാണാം. ഇവിടെയും ഒക്കെ ഇത് നമ്മളത് ഫൈനൈറ്റ് ആണെന്നൊന്ന് വെരിഫൈ ചെയ്യാണ്. വളരെ ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ്, എന്നാലും ഒന്നും കൂടി വെരിഫൈ ചെയ്യാം. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എഫ് ആൽഫ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എക്സ് ഓഫ് ആൽഫ. സോ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് ഓഫ് ആൽഫ, ദിസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് ഓഫ് ആൽഫ വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സുപ്രീമം ഓഫ് ദിസ്. ഓക്കെ, അതിനെയാണ് നമ്മൾ നോം എക്സ് ഇൻ C01 എന്ന് വിളിക്കുന്നത്. C01ലെ നോമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഫൈനൈറ്റ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയാണ്. ദിസ് ഈസ് ലെസ് ദാൻ ഇൻഫിനിറ്റി. അല്ലാതെ തന്നെ നമുക്കിവിടെ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സ് ഓഫ് ആൽഫ ഈസ് ആൻ എലമെൻറ്റ് ഓഫ് കെ. അതിൽ നിന്ന് തന്നെ ക്ലിയർ ആണ് കാര്യങ്ങൾ. നൗ അനദർ എക്സാമ്പിൾ, ഇത് കുറച്ചും കൂടി ജനറൽ ആയിട്ടുള്ളൊരു എക്സാമ്പിളാണ്. ഇതുവരെ നമ്മൾ പറഞ്ഞ സ്പേസുകളിൽ പലതും വെറും ലീനിയർ സ്പേസ് എന്ന് മാത്രമുള്ള കൺസെപ്റ്റിലാണ് എടുത്തിരിക്കണേ. ഇവിടെ ഞാൻ എടുക്കുന്നത് H ആസ് എ ഹിൽബർട്ട് സ്പേസ്. H ഈസ് എ ഹിൽബർട്ട് സ്പേസ് ആൻഡ് ഐ ആം ഫിക്സിങ് an arbitrary element y in H, and I am defining f from H to K as f of x equal to inner product xy. അപ്പോൾ ഇവിടെ y ഫിക്സഡ് ആണ്. what varies is x varies over H, and we are defining f of x is equal to inner product xy. inner product ആയതുകൊണ്ട് തന്നെ ഇത് കെയിലുണ്ട് എന്നുള്ളതിന് വേറെ സംശയമൊന്നും വേണ്ട. ഇനി ഇത് ലീനിയർ ആണോ? f of x linear ആണോ? what will be f of x1 plus x2? it will be inner product of x1 plus x2 y, and we know that inner product is linear with respect to the first argument, so that this will be I will take some alpha also here. So okay, x1 plus x2. So this is equal to inner product x1y plus inner product x2y. The first one is f of x1 plus f of x2. ഇതുപോലെ തന്നെ നമുക്ക് f of alpha x is inner product alpha x y, which is same as alpha into inner product xy, which is equal to alpha into f of x. So f is a linear mapping. Okay, so if we define f of x as inner product of x and y, then it is a linear functional, since the inner product is linear with respect to the first variable, and so f is a linear functional on H. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് കിട്ടുന്നതെന്ന് മനസ്സിലാക്കുക. ഇവിടെ ഒരു കാര്യം കൂടി നമുക്ക് നോക്കണം. വാട്ട് അബൌട്ട് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ്? മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് എക്സ് ആൻഡ് വൈ. മോഡുലസ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് എക്സ് ആൻഡ് വൈ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എക്സ് ഇൻറ്റു നോം വൈ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വൈ ഫിക്സഡ് ആണ്. സോ ദിസ് ഇസ് ട്രൂ ഫോർ എവറി എക്സ് എലമെൻറ്റ് ഓഫ് എച്ച്. സോ വളരെ ഫൈനൈറ്റ് ആയിട്ടുള്ളൊരു ക്വാണ്ടിറ്റിയാണിത്. ഇവിടെ നമുക്ക് കിട്ടുന്ന കാര്യം ഇതാണ്. യു ടേക്ക് എനി വൈ എലമെൻറ്റ് ഓഫ് എച്ച്, ആ വൈ ഉപയോഗിച്ച് നിങ്ങൾക്കൊരു ലീനിയർ ഫങ്ഷണൽ എച്ചിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ കറസ്പോണ്ടിങ് ടു ഈച്ച് വൈ എലമെൻറ്റ് ഓഫ് എച്ച് വി ക്യാൻ ഡിഫൈൻ എ ലീനിയർ ഫങ്ഷണൽ ഓൺ എച്ച്. അടുത്തതായിട്ട് നമ്മളൊരു നൊട്ടേഷനാണ് പരിചയപ്പെടുന്നത്, ഇ ഹാഷ്. ഇ ഹാഷ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത് സ്പേസ് ഓഫ് ഓൾ ലീനിയർ ഫങ്ഷണൽസ് ഓൺ ഇ. അതായത് വി ആർ ടേക്കിംഗ്, ദിസ് ഇസ് നത്തിങ് ബട്ട് സെറ്റ് ഓഫ് ഓൾ എഫ് ഫ്രം ഇ ടു കെ വേർ എഫ് ഈസ് ലീനിയർ. ഈ സ്പേസിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് വിശദമായിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ വരുന്ന സെഷനുകളിൽ ഇ ഹാഷ് എന്ന് പറയുന്ന ഈ സ്പേസിനെ കുറിച്ച് നമ്മൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും.